ലോഹാൻ എപ്പോഴാ വിളിക്കേണ്ടെന്ന് ഒരു വ്യവസ്ഥയില്ലാതായി നിനക്ക്. എന്നെ എന്തോ ഭാഗ്യത്തിനാണ് ചേമൻ എന്നോട് ചൂടായില്ല. അങ്ങനെ വല്ലത് സംഭവിച്ചിരുന്നേ ഇന്ന് ഞാൻ നിന്നെ ശരിയാക്കിയനെ. ഞാൻ അതേ പറയുന്നത് നീ കേൾക്ക്, എന്നിട്ട് നീ എന്നോട് പറ. ശരി, നീ പറ. എപ്പോ? ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. എവിടെ അവൻ? ലോഹാൻ നിന്നോടാ ചോദിക്കുന്ന, അവൻ എവിടെയെന്ന്. ഞാൻ പറഞ്ഞു വെച്ചപ്പോഴേക്കും നീ ഇവിടെ എത്തിയോ? ഇത്രയൊക്കെ ഫാസ്റ്റോ? ഇങ്ങനെ ഓടി ക്ഷീണിച്ച് വന്ന് നിൽക്കുക. ഇനിയും പറയാൻ ഡിലേ ചെയ്യാതെ ആ പ്ലേ ബോയ് എങ്ങോട്ടേക്കാ കെട്ടിയെഴുന്നോളി പോയെന്ന് പറ. അങ്ങോട്ടേക്ക് അവൻ പോയത്. ഇതിപ്പോ ആരെ കാണാൻ വന്നതാണോ എന്തോ. ദൈവമേ. ഹായ് ലിയോ, ഞാൻ വരാൻ ലേറ്റ് ആയോ? ഹായ്, ലക്കി. ലിയോണിന്റെ ഗേൾഫ്രണ്ട് ആണ്. അപ്പോ അനീസ് ശരിയാണ്, ഇവിടെ നിന്റെ ഗേൾഫ്രണ്ട് തന്നെയാണ് അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഞങ്ങൾ ശരിക്കും ഇഷ്ടത്തിലാണ്. പബ്ലിക്കായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞങ്ങൾ തുറന്ന് കാണിച്ചതുമാണ് അല്ലേ ഡാർലിംഗ്? താനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. എന്നാ പിന്നെ വല്ലതും കഴിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒരു ഗോസിപ്പ് മാത്രമാണെന്ന് പറഞ്ഞേ പിന്നെ എന്തിനാ ലിയോൺ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ഇവളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവൾ ഈ ഡ്രാമ കളിക്കുന്നതല്ലാതെ ഞങ്ങളുടെ ഒരു തേങ്ങയുമില്ല. അല്ല, ഒന്നും കഴിക്കാതെ പോവുകയാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നേ. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ ഇവൾ മനഃപൂർവ്വം ചെയ്ത് കൂട്ടുന്നതാ. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണം. താൻ എന്റെ കൂടെ വാ. പട്ടിയുടെ പാലും 12,000 കൊയിലിട്ടാലും നേരെയാവില്ല എന്ന് പറഞ്ഞ പോലെയാണെങ്കിൽ ഇനി ഇങ്ങനെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകാൻ ഞാൻ എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ താൻ ഈ പ്ലേസ് ചൂസ് ചെയ്തപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവനാണ് എന്റെ ഫ്രണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇവൾ നിന്റെ ഗേൾഫ്രണ്ട് തന്നെയാണ്. നീ വെറുതെ പറഞ്ഞു വരുത്തി തീർത്ത ഒരു കാലമാണ് എല്ലാവരെയും വിഡ്ഢികളാക്കാൻ. അതുകൊണ്ടല്ലേ ഇവിടെ നീ ഇന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് അല്ലേ മിസ്റ്റർ ലീ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു തീർത്ത കള്ളമാണെന്ന്. ഞങ്ങൾ ശരിക്കും ഇഷ്ടത്തിലാണ്. ഷീസ് മൈ ഗേൾ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പബ്ലിക്കായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുറന്നു കാണിച്ചത്. പിന്നെ നിന്റെ ഈ ഫ്രണ്ടിനെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമില്ല. എന്റെ ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ എന്നെ നോക്കി പോയ നോട്ടത്തിൽ തന്നെ ഞാൻ ഊഹിച്ചതാണ് എന്റെ ഒരു കോളിന് വേണ്ടി ഇവള് കാത്തിരിപ്പാണെന്ന്. ആ കാത്തിരിപ്പ് വെറുതെ ആണെന്ന് നേരിട്ട് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. എന്നാ പിന്നെ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം. അല്ലെ? ഇങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാർ? എത്ര പെട്ടെന്ന് ഇവൻ ഈ പ്ലേറ്റ് മാറ്റി കളിക്കുന്നത്. അത് എല്ലാം പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത് ഞാൻ കുറച്ച് സൂക്ഷിക്കണം. യെസ്, നമുക്ക് പോകണ്ടാവേ. ഐ ആം ഷുവർ നിന്നെ ഇങ്ങോട്ട് എന്റെ പിന്നാലെ കെട്ടിപ്പിടിച്ച് അയച്ചത് മിസ്റ്റർ ലിങ്കോങ് തന്നെയാണ്. എന്റെ ഓരോ നീക്കങ്ങളും വാച്ച് ചെയ്യാൻ വേണ്ടി അയാൾ പറഞ്ഞ അയച്ചതല്ലേ നിന്നെ? പറയാനാ നിന്നോട് പറഞ്ഞത്. ഒച്ചയിടാതെ ഇതൊക്കെ മര്യാദക്ക് എന്നോട് ചോദിച്ചാ ഞാൻ പറഞ്ഞു തരില്ലേ? എന്റെ സ്പീക്കർ അടിച്ചു പോയനെ. എന്തൊരു ഒച്ചയാ! നീ എന്റെ ക്ഷമയാണ് പൊന്നുമോളെ പരീക്ഷിക്കുന്നത്. എന്റെ സ്വഭാവം നിനക്ക് തികച്ചറിയില്ല. ആ ലിങ്കോങ്ങിന്റെ വാക്ക് കേട്ട് എന്റെ പിന്നാലെയുള്ള നിന്റെ ഈ നടത്തം ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഫ്യൂച്ചർ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് പറ്റൂ. മിസ്റ്റർ ലിയോൺ, സൂക്ഷിച്ച് എന്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കണം. നിന്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചാൽ നീ എന്തോ ചെയ്യും? അങ്ങനെ നിന്നോട് വലുത് പറഞ്ഞ് അതിന്റെ ബലത്തിൽ എന്നോട് തുള്ളാൻ നിൽക്കണ്ട ലക്കി. ലിയോൺ ഡാർലിംഗ്, എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്. അതിന് എന്നോട് എന്തിനാ വെറുതെ ദേഷ്യം കാണിക്കുന്നത്? നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്. ഒരു ബോഡി ഗാർഡിനെ പോലെ നീ എന്റെ പിന്നാലെ പറഞ്ഞു വിടാൻ ആ ലിങ്കോങ് അല്ലേ പറഞ്ഞത്?
എന്തായാലും നീ ആയിട്ട് ഒരു അറ്റംപ്റ്റും നടത്തിയില്ല എന്ന് എനിക്കറിയാം. അതിന് പിന്നിൽ ഉറപ്പായിട്ടും ആ ലിങ്കോങ് തന്നെയായിരിക്കും. ഐ ആം ഷുവർ. എന്തായാലും കറങ്ങി തിരിഞ്ഞ കറക്റ്റ് പോയിന്റിൽ തന്നെയാ വന്നു നിന്നത്. പറയാനുള്ളതൊക്കെ ഇയാൾ തന്നെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ലിയോൺ, നീ എന്തേ കാണിക്കുന്നേ? എന്നെ വിട, എനിക്ക് പോണം. തന്നോടല്ലേ പറഞ്ഞത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കാര്യം കേട്ടതിന് ശേഷം, നന്നായി മനസ്സിലാക്കിയതിനു ശേഷം ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ. ഇനി മേലാൽ നീ എന്റെ കൺവട്ടത്ത് പോലും കണ്ടുപോകരുത്. ഇനി യാദർശികമായി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ആരാണെന്ന് അറിയാത്തതുപോലെ മറികടന്ന് പൊക്കോളണം. എന്റെ വഴിയിൽ നീ ഒരു തടസ്സമായി വരരുത്. മനസ്സിലായോ? പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ തൽക്കാലം ഇത് നടപ്പിലാക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വരട്ടെ, നാളെ കാണാം. നിക്കടെ. മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഇത് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഇനി എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അത്ര തന്നെ. മിസ്റ്റർ ലിങ്കോങ്, നിനക്ക് എത്ര തന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന്റെ 3 ഇരട്ടി പണം ഞാൻ നിനക്ക് തരാം. നിനക്കിപ്പോ പണമാണല്ലോ ആവശ്യം. പറഞ്ഞത് ശരിയാ, എനിക്ക് പണം തന്നെയാണ് ആവശ്യം. ചെയർമാൻ തന്ന കാശിനേക്കാൾ 3 ഇരട്ടി പണം തരാന്നല്ലേ നീ പറഞ്ഞത്. അത് നിന്റെ കയ്യിൽ നീ ഭദ്രമായി വെച്ചേക്ക്. ഫ്യൂച്ചറിൽ ആവശ്യം വന്നേക്കും. പിന്നെ എനിക്ക് ബെസ്റ്റ് ആയി തരുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയി തരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചെയർമാൻ തന്ന ഓഫറാണ് എനിക്കിപ്പോ വരുന്നത്. ഇതുവരെ നിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഞാൻ കാണിച്ചില്ല. ഇനി അങ്ങോട്ട് ഇതായിരിക്കില്ല അവസ്ഥ. നേരത്തെ നീ തൊണ്ടകീറി എന്നോട് ചോദിച്ചല്ലോ എന്താണ് നിന്റെ പ്രശ്നം എന്ന്. എന്റെ ഉദ്ദേശം എന്താണെന്ന് നന്നായിട്ട് കാത് കൂർപ്പിച്ച് കേട്ടോ. നീ എന്ന ഇന്റർനാഷണൽ പ്ലേ ബോയിയെ നന്നാക്കിയെടുക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. 1 മാസത്തിനുള്ളിൽ ഞാൻ അത് നടപ്പിലാക്കിയിരിക്കും. അത് നിന്റെ സമ്മതത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. നിന്റെ ഗേൾഫ്രണ്ട് ലിസ്റ്റിൽ ഇനി ഒരിക്കലും നികളാൻ പോണില്ല. നിന്റെ ഗേൾഫ്രണ്ട് ലിസ്റ്റിലെ അവസാന പേര് അത് എന്റെ പേരായിരിക്കും. ഈ ലക്കിയോട് ഏറ്റുമുട്ടിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം നീ വഴി മനസ്സിലാക്കും. ഓക്കെ, ഓക്കെ മിസ്റ്റർ ഡാർവിൻ. ഏത് നേരത്താണാവോ ആ കുരിശെടുത്ത് തലയിലെടുത്ത് വെക്കാൻ തോന്നിയത്. അലിയോണ്ണെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. അത് വലിയ കർത്താവ് ഒന്ന് കീഴാണ്, ദൈവം ഒന്ന് കീഴാണ്, നടക്കുന്ന കാര്യമൊന്നുമല്ല. വലിയ ആളായിട്ട് അവനെ നന്നാക്കുമെന്ന് അവനോട് നേരിട്ട് വെല്ലുവിളിക്കുകയും ചെയ്തു. എന്റെ ഇങ്ങനെയൊക്കെ എനിക്ക് ഫ്രസ്ട്രേഷൻ തരാൻ ഞാൻ മാത്രം ഇതിനെന്താണോ കാട്ടിക്കുട്ടിയത്. ആലോചിച്ചിട്ടും തല പെരുക്കണം. 1 മാസത്തിനുള്ളിൽ അലിയോണ്ണെ എങ്ങനെ ഞാൻ തളച്ചിടുമുണ്ട്. അതെ, ഞാൻ അവന്റെ പിന്നാലെ ഇനിയും പട്ടിയെ പോലെ അറിയേണ്ടി ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഈശ്വരാ, ഇനി ഇതിൽ നിന്ന് മുക്തയാക്കാൻ എവിടെയെങ്കിലും ആരുമില്ലേ? ഹെൽപ്പ് മീ. ലോഹാൻ, അല്ല നീ എന്താ ഇവിടെ? അല്ല അവനെവിടെ? ലിയോൺ? അവനവന്റെ ഫ്ലാറ്റിലുണ്ട്. അവനോടെ പോയാ ഞാൻ നിന്നെ തപ്പി ഇറങ്ങിയതാ. ഇന്ന് ലീ നിന്നോട് കുറച്ച് ഹാർഷായിട്ടാണല്ലേ പെരുമാറിയത്. അതിനോ ഞാനെല്ലാം കേട്ടിരുന്നു. മറ്റൊന്നുമല്ല, കൂടുതൽ അവന് ഹാർഷായിട്ട് തന്നെ എന്നോട് പെരുമാറിയത്. നിനക്കറിയാലോ ലോഹാൻ, ഇന്ന് എങ്ങനെ ഞാൻ കൃത്യസമയത്ത് ആ റെസ്റ്റോറന്റ് എത്തിയിട്ടില്ലെങ്കിൽ അവൻ ആ പെണ്ണിന്റെയും ഹനയുടെയും മുന്നിൽ നാണം കെട്ട് നിന്നേനെ. ഞാൻ അവിടെ അപ്പൊ എത്തിയോണ്ട് ആ നാണക്കേടിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. എന്നിട്ട് അതിന്റെ ഒരു നന്ദി പോലും കാണിക്കാതെ അവൻ എന്റെ മേൽക്ക് കുതിര കയറിയത്. ആലോചിക്കുമ്പോ തന്നെ അത് വിട്ടുകള. അവനെ കുറിച്ച് ഞാൻ നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരികയൊന്നും വേണ്ടല്ലോ. അവന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ലോഹാൻ, നിങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് കരുതി അവൻ ചെയ്ത തെറ്റിന് നീ എന്നോട് മാപ്പൊന്നും പറയണ്ട. എന്തായാലും ഇന്നത്തെ അവന്റെ പെർഫോമൻസിന് ഞാൻ വലിയ മറുപടി കൊടുത്തോളാം. അല്ല, നീ എന്താ എന്നെ തപ്പി വന്നത്? അത് പറഞ്ഞില്ല. നീ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ലിയാങ് അങ്കിൾ എന്നെ വിളിച്ചിരുന്നു. കമ്പനി മീറ്റിംഗിനിടയിൽ മുങ്ങിയ ആള് പോകുന്നത് കാണാത്തോണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചോളൂ. നീ വിളിച്ച സിനിമ സമയം തന്നെ ഞാൻ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി വേഗം അങ്ങേറ്റം വന്നു. ആ സമയത്ത് എനിക്ക് മീറ്റിംഗിന്റെ കാര്യമൊന്നും ഓർമ്മയില്ലായിട്ടില്ല. അല്ല, വേറെ എന്തെങ്കിലും ചെയർമാൻ നിന്നോട് പറഞ്ഞു? നിന്റെ ഉദ്ദേശം എന്താണെന്ന് നീ അവനെ അറിയിച്ച കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മൂപ്പർക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നിന്നെ കൈയോടെ കൂട്ടിച്ചെല്ലാനാണ് ഞാൻ വന്നത്.
എന്നെ കാണണമെന്ന്. എന്തിന് എന്നെ കാണണം? അറിയില്ല, മൂപ്പര് സംസാരമൊക്കെ കേട്ടിട്ട് നിനക്ക് ആവശ്യത്തിലേറെ എന്തോ കാര്യമായിട്ട് കരുതി വെച്ച പോലെ തോന്നുന്നുണ്ട്. സത്യമായിട്ടും ഞാൻ എന്താ ചെയ്യും? ആലയോട് ഡീലിനെ കുറിച്ച് പറഞ്ഞതെങ്ങാനും ചോദിക്കാനാണ് വിളിക്കുന്നത്. മേ ബി ആകാതിരിക്കാം. ഇതിന് രണ്ടിനും ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. ലൈക്ക് താൻ ഇത്രയേ ഉള്ളൂ. താൻ ലീയുടെ മെക്കിട്ട് കയറുന്ന കണ്ടപ്പോ ഞാൻ കരുതി അത്യാവശ്യം ധൈര്യമുള്ള കൂട്ടത്തിലാണെന്ന്. അപ്പൊ സത്യത്തിൽ അതൊന്നും ഇല്ല അല്ലേ? ചുമ്മാ പറഞ്ഞതാ. അങ്ങളെന്നും സംസാരിക്കുന്ന പോലെ നോർമലായിട്ട് തന്നെ സംസാരിച്ചത്. നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതുകൊണ്ടാ. നീ വാ. അങ്കിൾ, ലക്കി വന്നിട്ടുണ്ട്. നീയും വന്നിരിക്കും. നോ ഡാഡ്, ലീയുടെ കണ്ണു വെട്ടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ എന്നെ അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ തിരിച്ചെത്തണം. അപ്പൊ ഓക്കെ ബൈ, ഞാൻ പോവാണേ. ഓക്കെ. ലക്കി, കുടിക്കാൻ സ്കോച്ച് ആയാലോ? ലക്കി, തനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മടുത്തു കാണും അല്ലേ? ഇന്ന് നടന്നതൊക്കെ ലുഹാൻ എന്നോട് പറഞ്ഞു. എനിക്കറിയാം തന്നെ ഞാൻ ഏൽപ്പിച്ച ദൗത്യം അത്ര പെട്ടെന്നൊന്നും തനിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. എന്നാലും ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. അവനെ കൊണ്ട് താൻ ഇനി കഷ്ടപ്പെടാൻ പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിന് വലിച്ചു വെക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കടിയിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനിലേക്ക് താൻ ഇവിടെ ഉണ്ടാകുന്നത് ഒരു മാസം കൂടിയാണ്. അത് വെറുതെ എന്റെ മകന്റെ പിന്നാലെ നടന്നു തീർക്കാതെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് തീർക്കാൻ നോക്ക്. ഞാൻ തന്നോട് ഇനിയൊരു ആവശ്യവും പറഞ്ഞിട്ട് വരില്ല. ഇതിന്റെ പേരിൽ വെറുതെ താൻ റിസ്ക് എടുക്കണ്ട. റിസ്ക് തന്നെയാണ് സാർ. അവൻ എനിക്കൊരു റിസ്ക് ഉള്ള ടോപ്പിക് തന്നെയാണ് എന്ന് കരുതി ആ ടോപ്പിക്കിനെ അങ്ങനെ വെറുതെ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ നന്നാക്കി എടുക്കുക എന്നതിനപ്പോ എന്റെ ഒരു പ്രൊജക്ട് ഇഷ്യൂ കൂടിയാണ്. ഒരു മാസത്തിനുള്ളിൽ അവനെ നന്നാക്കി എടുക്കുമെന്ന് അവനോട് നേരിട്ട് വെല്ലുവിളിച്ച് ഇറങ്ങി വന്നവളാണ് ഞാൻ. എനിക്ക് ഇത് ജയിച്ചേ പറ്റൂ സാർ. അതുകൊണ്ട് സാർ എന്നോട് പിന്മാറാൻ പറഞ്ഞാലും ഞാനത് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. എന്റെ വാശിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്കിലും ഒന്നും കൂടി ആലോചിച്ചൂടെയിലേക്ക്? എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല സാർ. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ഡിസിഷനിൽ നിന്നും ഇനിയൊരു മാറ്റമില്ല. അവനെ ഞാൻ നന്നാക്കും. അത് സാറിന് ഞാൻ തന്ന വാക്കാണ്. ലക്കി, താനെന്താ ആലോചിക്കുന്നത്? എന്തു പറ്റി? തനിക്ക് വല്ലതും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? അത് പിന്നെ സാർ, ഐ ഹാവ് ഡൗട്ട്. അത് സാറിനോട് തന്നെ ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സാറും ലിയോണും തമ്മിലുള്ള പ്രശ്നം, അവൻ എന്താ സാറിനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? വേണ്ട, എനിക്കൊന്നും അറിയണ്ട. കുറച്ച് കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു. അത് വെറുതെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് കാര്യമാക്കി എടുക്കണ്ട സാർ. ഞാനൊന്നും ചോദിച്ചില്ല. ഇറ്റ്സ് ഓക്കെ ലക്കി. അവന്റെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ അവരിൽ നിന്നും പറിച്ചു കളഞ്ഞു. അതിന്റെ ദേഷ്യമാണ് അവൻ ഈ കാണിച്ചു കൊടുക്കുന്നത്. അതെന്തൊക്കെയാകുമെന്ന് എനിക്ക് വല്ല നിശ്ചയമുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അവന്റെ ഡ്രീം. സെക്കൻഡ്, അവന്റെ ഫസ്റ്റ് ലവ്. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ലിയോണിനെ ഇങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഡ്രീമും ഫസ്റ്റ് ലവും നോക്കി എനിക്ക് തലവേദനയായിരുന്നു. ആ തലവേദന അകറ്റിയപ്പോ അതോടെ അവനും എന്നിൽ നിന്നും അകന്നു പോയി. അപ്പോ അതാണ് കാര്യം, വെറുതെ അല്ല. ഇത്രക്ക് ദേഷ്യം. എന്നാലും സ്വന്തം അച്ഛനാണെന്ന് കരുതി ഒന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ? ഫസ്റ്റ് ലവ് ഇല്ലെങ്കിലും നന്നായി മുതലാക്കിക്കൊണ്ട് ഞങ്ങളുടെ 600 ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ. തനിക്ക് എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ പറ്റും. അംഷോ തനിക്ക് കഴിയും. കഴിഞ്ഞ 5 വർഷമായിട്ട് ലിയോ നിന്നും മിസ്റ്റർ ലിങ്കോൺ, താൻ, എഡോ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ ഒരു മാസത്തിലുള്ള ഒരു തവണ, ഒരൊറ്റ തവണയെങ്കിലും അവന്റെ വായിൽ നിന്നും പപ്പ എന്നൊരു വിളി കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് താൻ സാധിച്ചിരുന്നു. എന്റെ ആ ഒരു അവസാന ആഗ്രഹമാണ് പഴയതുപോലെ ലീ എന്റെ കൂടെ ഒരുമിച്ച് വേണമെന്ന്. അവനെന്നെ പാപ്പ എന്ന് വിളിക്കണം, എന്റെ കൂടെ തന്നെ ഉണ്ടാകണം.
എനിക്ക് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. കൂടിപ്പോയ കുറച്ച് മാസങ്ങളും കൂടി ഞാൻ ജീവനോടെ ഉണ്ടാക്കും. എന്നെ കണ്ണടയ്ക്കുന്നതിന് മുൻപെങ്കിലും അവൻ ആ പഴയ ലിയായി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ വല്ലാത്തൊരു മോഹം. അതാ ഞാൻ. തനിക്ക് പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്നെ കൊണ്ടല്ല, അക്കാര്യം ആരെ കൊണ്ടും പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അത്രയ്ക്ക് ഞാൻ എന്റെ മോന്റെ മനസ്സ് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാണല്ലോ ഞാൻ അവനോട് ചെയ്തത്. അവനെന്നെ പപ്പ എന്ന് വിളിച്ചില്ലെങ്കിലും വേണ്ട, എന്നോട് ഈ വാശി തീർക്കുമെന്ന വിധമുള്ള ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒരു ഒടുക്കം കണ്ടാൽ മാത്രം മതി എനിക്ക്. അവനൊന്ന് നന്നായി കാണണം, അതാണ് എനിക്ക് ആഗ്രഹം. മരിക്കുന്നതിന് മുൻപെങ്കിലും അവൻ പഴയതുപോലെ ആയാൽ നല്ലതായിരുന്നു. സാറിന്റെ മകനെ പഴയ പോലെ തന്നെ തിരിച്ചു കിട്ടും. സാറിനെ അവൻ പപ്പ എന്ന് വിളിക്കും. സാറിന്റെ കൂടെ അവൻ സമയം ചിലവഴിക്കും. സാറിനെ ഇതുവരെ അവൻ സങ്കടപ്പെടുത്തിയതിന് അവൻ തന്നെ സാറിനോട് സോറി പറയും. ഞാൻ സാറിന് തരുന്ന വാക്കാണിത്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ നടത്തിയിരിക്കും. സാറിന് എന്നെ വിശ്വസിക്കാം പൂർണ്ണമായിട്ടും. തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, റൈറ്റ്? എനിക്കറിയാം തനിക്കിതൊരു ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സാർ. എന്നാലും നമുക്ക് താങ്ങായി നിൽക്കുന്നവർക്ക് വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. സാറിന്റെ എല്ലാ പ്രോബ്ലവും ഞാൻ പോകുന്നതിന് മുൻപ് മാറ്റിത്തരും. സാർ ഹാപ്പി ആയിരിക്കും, ഷുവർ. ഇതെന്നെ വാക്കാണ്. ലൈക്ക് തന്റെ ഫാമിലി എവിടെയാ? ഇവിടെ തന്നെയാണോ? ഇവിടെ സെറ്റിൽഡ് ആണോ? ഫാമിലിക്ക് ഉണ്ട് സാർ. അതൊരു ലോങ് സ്റ്റോറിയാണ്. അതിപ്പോ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പോയിക്കോട്ടെ സാർ, എനിക്ക് ഇതൊരു തിരക്കുണ്ട്. ലിയ, അവൾക്കെന്തോ സങ്കടങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നുന്നില്ലേ? അവളുടെ ഒരു അന്തവും നിന്നോട് ആ ചോദിച്ചതിന്റെ ഭാവം. ഞാനും അതിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ലക്കിയെ കുറിച്ചും അവളെ ഫാമിലിയെ കുറിച്ചും നീ ഒന്ന് അന്വേഷിക്കുക. എന്തെങ്കിലും വിവരം കിട്ടിയാൽ നീ എന്നെ അറിയിക്കണം, ഓക്കെ? എന്നെ നന്നാക്കി എടുക്കാൻ വേണ്ടി അതിന്റെ ഒറ്റ ലക്ഷ്യം വെച്ച അവളെന്റെ പിന്നാലെ കൂടിയിട്ടുള്ളത്. അവളെ പറഞ്ഞൊക്കെ ഓർക്കുമ്പോ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. അവളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഇറിറ്റേഷനാണ്. പക്ഷേ ഒരു കണക്കിന് ചിന്തിക്കുമ്പോ അവളോട് ഞാൻ ഇന്ന് ദേഷ്യം കാണിക്കാൻ പാടില്ല. കാരണം ഇന്ന് അവളുമാരുടെ മുന്നിൽ നാണം കെടാതെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ലക്കി അവിടെ കൃത്യസമയത്തുണ്ടല്ലേ. അതൊക്കെ കൂടി ഓർക്കുമ്പോ പെരുമാറിയത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. എന്തേലാവട്ടെ കൂടി. ലക്കി, നിനക്ക് ഇപ്പോൾ ഉള്ള തലവേദന പോരായിട്ടാണോ അടുത്തതും കൂടി കൊണ്ടുവന്നിരിക്കുന്നേ? നിനക്ക് തലക്ക് തീരെ സുഖമില്ല അല്ലെ ലക്കി? ഇങ്ങോട്ട് നോക്ക് ലക്കി. നീ വിചാരിക്കുന്ന പോലെ അതത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ആ ലിയോണിനെ കൊണ്ട് പപ്പ എന്ന് വിളിപ്പിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് അപ്പുറമാണ്. അദ്ദേഹത്തോട് അവന് അത്രയും ദേഷ്യമുണ്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ നീ എങ്ങനെ അവനെ കൊണ്ട് പപ്പ എന്ന് വിളിപ്പിക്കും? അതും പോരാഞ്ഞിട്ട് അവരെ നന്നാക്കിക്കോളാം എന്നുള്ള കരാറും കൂടി നീ ഏറ്റെടുത്തില്ലേ? അതൊക്കെ എങ്ങനെ ചെയ്യും ലക്കി? ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാ വൈ എന്നോട് ചോദിക്കുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് അദ്ദേഹത്തിന് നൽകിയ വാക്ക് പാലിച്ചേ പറ്റൂ. അദ്ദേഹമായിട്ടുള്ള അവന്റെ ആ വെറുപ്പ് കുറച്ചാൽ തന്നെ അവന്റെ ഓട്ടോമാറ്റിക്കലി നന്നാകും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് പപ്പയും മോനും എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണം. നിന്നെ കൊണ്ട് അതിന് കഴിയും ലക്കി. നിന്നെ കൊണ്ട് എന്തായാലും കഴിയും. നീ ഒന്നും പേടിക്കണ്ട. നിനക്ക് എന്ത് കാര്യത്തിനും എന്ത് സഹായവും എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും കൂടെ.